കുഞ്ഞിച്ചോ മിനസാൻ നാനോ മിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 6ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ലോങ് വീഡിയോസാണ് ഇഷ്ടമെന്ന്. പക്ഷേ എന്നും പറഞ്ഞിട്ട് 15 മിനിറ്റ് വീഡിയോസൊക്കെ ഇപ്പോൾ ലോങ് ഉള്ളതെന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ലോങ് തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോങ് വീഡിയോസ് ചെയ്യാനും തയ്യാറാണ്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം. കാര്യം ഈ വീഡിയോയ്ക്ക് ഞാൻ 1.6K ടാർജറ്റ് ആയിട്ട് വെക്കാൻ പോകുകയാണ്. ആ ടാർജറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീക്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഒഫീഷ്യലി 100K എത്തുന്നതായിരിക്കും. സോ എല്ലാവരുടെ സപ്പോർട്ട് ഇപ്പം തന്നെ അറിയിച്ചേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിന്റെ ഹസ്ബൻഡോ? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് മേനെ പറ്റിയാണോ? അതെ, അതെൻ്റെ ഹസ്ബൻഡായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ അവനെ മരിക്കാൻ വിട്ടില്ലേ? ഇതെന്ത് വിട്ടുത്തരമൊക്കെയാണ് ഈ പെണ്ണ് പറയുന്നത്? അതിനുവേണ്ടിയാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നത്. ആൻഡ് പിന്നെ നീ അവരെല്ലാം കൊന്നത് നിന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് മാത്രമല്ലേ? നീ ഒരു ചെകുത്താനാണ്, ചെകുത്താൻ. ഇവൾക്ക് വട്ടാ, ഇവൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ചെകുത്താനോ? ഞാനോ? ഇവളെന്തിനാണ് ആ കിഡ്നാപ്പേഴ്സിൻ്റെ കൂടെ കൂടുന്നത്? ഇത് ഷോക്ക് ഹോളം സിൻഡ്രോം ആണെന്നാണ് തോന്നുന്നത്. ഷോക്ക് ഹോൾ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു വിക്ടിം തന്നെ അബ്യൂസ് ചെയ്യുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്ന ഒരു കേസിനെയാണ്. ഇങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇതേ സമയത്താണ് ആ കെട്ടിയിട്ടവർ പതുക്കെ എഴുന്നേറ്റത്. പക്ഷെ കണ്ണ് തുറക്കത്തില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ റൂമേഴ്സ് കേട്ടിരുന്നു ഡിവൈൻ ഫിസിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഫസ്റ്റ് മേറ്റോട് ശരിക്കും അടുപ്പത്തിലായിരുന്നു. സോ അതെല്ലാം സത്യം തന്നെയായിരുന്നില്ലേ? പക്ഷേ അവരുടെ സാക്രിഫൈസ് ഇപ്പോൾ ഇങ്ങനെ ആയത് അതെന്തായാലും നന്നായില്ല. കാര്യം ഇനി എന്തായാലും ഡിവൈൻ ഫിസിഷ്യൻ്റെ ഗ്രാൻഡ് ഡോട്ടർ അവരുടെ കൂടെ നിൽക്കത്തില്ല. ഇത് അവർ വിചാരിച്ചതുപോലെ പോകാനും പോകുന്നില്ല. നീയൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടല്ലേ നീയൊക്കെ ഇവിടേക്ക് വന്നത്? അതിനർത്ഥം എൻ്റെ അമ്മൂമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു കാണുമല്ലേ? അതൊരിക്കലും കിട്ടത്തില്ല. നീ മിസ്, നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഞങ്ങൾ കേട്ടത് നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്നാണ്. പിന്നെ നിൻ്റെ കൊച്ചിനായിട്ട് ത്രട്ടൻ ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ മറ്റേതിനെ ആലോചിക്കാൻ നിന്നില്ല. അതുകൊണ്ടാണ്. നീയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്കൊന്നും ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന സാധനം കിട്ടത്തില്ല. അല്ല, ഇവളെന്തിനെ പറ്റിയാണ് പറയുന്നത്? ഞാൻ ഇനിയും പറയും. ഞാൻ പറയുന്നത് ഞാൻ നിൻ്റെയൊന്നും കൂടെ വരത്തില്ലെന്നാണ്. ഇനി എങ്ങാനും നിങ്ങൾ ഫോഴ്സ് ചെയ്താണ് എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ എൻ്റെ അമ്മൂമ്മയോട് ഞാൻ നടന്നതെല്ലാം പറയും. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മൂമ്മ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, നിങ്ങളവിടെ നിൽക്കത്തുമില്ല. നിങ്ങൾക്കൊരിക്കലും അത് കിട്ടത്തുമില്ല. അപ്പോഴാണ് ഹിയോബങ് പറയുന്നത്, ഇതെന്തായാലും കുറച്ച് നാണക്കേടായിപ്പോയി. നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ നല്ലവരാണെന്നോ ഓർത്തഡോക്സ് സെറ്റിലുള്ളവരാണെന്നോ നിന്നെ സഹായിക്കാൻ വന്നവരാണെന്നോ? പക്ഷേ നിനക്ക് തെറ്റി. നിനക്ക് ഞങ്ങളുടെ ഡീമൻ ലോഡിനെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. എന്ത് ഡീമൻ ലോഡോ? ഡീമൻ ലോഡ് ഈ ഒരു മുറിമിൽ തന്നെ ഒരേ ഒരാളെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ, അങ്ങനെ റെഫർ ചെയ്യാറുള്ളൂ. അതിനർത്ഥം നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് മാത്രമേ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളെന്നോ? നിന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരാളുമായിട്ട് നീ ഇഷ്ടത്തിലായോ ഇഷ്ടത്തിലായില്ലേ? അതൊന്നും ഞങ്ങളുടെ ബിസിനസ്സല്ല. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞതില്ലേ, എൻ്റെ മനസ്സൊരിക്കലും മാറാൻ പോകുന്നില്ല. നിനക്കൊന്നും ഒരിക്കലും ഒന്നും കിട്ടാനും പോകുന്നില്ല. ഓ ശരിക്കും? പക്ഷേ മരിച്ചവർ സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് പോയത്. എൽറിയാങ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് ശരിക്കും കോമൺ ആണ്. ഈ ഹോസ്റ്റേഴ്സൊക്കെ ബാറ്റിനിടെ മരിക്കാറുണ്ടല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇവിടെ ബോഡി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരെന്ത് പറയാനാണ്? ആർക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഡിവൈൻ ഫിസിഷ്യൻ, അവൾ കുറച്ച് സാഡായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്നെ കൊല്ലാൻ പോകുന്നു? ഇല്ല, ഞാനങ്ങനെ മരിക്കാമോ? നിങ്ങളെന്നെ രക്ഷിക്കാൻ വന്നവരല്ലേ? എന്തിനാണ് എന്നെ രക്ഷിക്കാനൊക്കെയാണ് വന്നത്, ഡിവൈൻ ഫിസിഷ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ. പക്ഷേ നിൻ്റെ കയ്യിലിരിപ്പ് അതത്രക്കും നല്ലതല്ലല്ലോ. അല്ല, അത് പിന്നെ അടുത്ത സെക്കൻഡ് ഇയോൺ തൻ്റെ കൈകളൊന്ന് കറക്കുകയും അവളുടെ പെടലി തിരിഞ്ഞ് അവൾ അങ്ങോട്ട് മരിച്ച് പോവുകയും ചെയ്യും. എന്നിട്ട് അവൾ നേരെ നിലത്തേക്ക് വീണു. നീ എന്തായാലും കൊച്ചിനെ ഉറക്കിയത് നന്നായി. ഈ സമയത്ത് അവന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവനോടെ നിൽക്കുവാണ്. ഇവന്മാർ ശരിക്കും ഭ്രാന്തന്മാരാണ്. ഡിവൈൻ ഫിസിൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പെട്ടെന്നാണ് ഇയോൺ അവൻ്റെ നേരെ നടന്നെടുത്തത്. എന്നിട്ട് അവൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് പൊക്കിയിട്ട് പറയും ചെയ്യും, നീ കണ്ണു അടച്ചു കിടന്നാൽ ഞങ്ങളൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോടാ. പെട്ടെന്ന് അവൻ ഞെട്ടി കണ്ണു തുറന്നു. അടുത്തത് നിന്റെ ഊഴമാണ്. ഇതേ സമയം തന്നെ പിന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡ്രാഗൺസ് ടൈഗർ ക്ലോയാണ്. ഒരാൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ മുതൽ ഒരു പുലിയും ഉണ്ടായിരുന്നു. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. ആ പൈററ്റ്സൊക്കെ എത്തേണ്ട സമയമായിരിക്കുന്നു. അതെന്തായാലും എൻ്റെ ബിസിനസ്സിലുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ് അവളുമായിട്ട് മാത്രമാണ്. പക്ഷേ എന്തോ ഒക്കെ
പെട്ടെന്നാണ് അവിടെ ഒരുത്തൻ മരിച്ചു കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അവൻ്റെ കഴുത്ത് തിരിഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബോഡി എന്തിനാണ് ഇവിടെ ഇങ്ങനെ? ശരിയാണ്, ഇത് ശരിക്കും സ്ട്രേഞ്ചാണ്. ഞാൻ 50ഓളം ആൾക്കാരെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാവരും തന്നെ സ്ത്രീകളും കുട്ടികളുമാണ്. അടുത്ത സെക്കൻഡ് ആ പുലിനെ അവൻ നിലത്തിട്ടിട്ട് ആ ഡോർ അങ്ങോട്ട് കൊട്ടി. ഫസ്റ്റ് എൻ്റെ ഹൗസിൻ്റെ അകത്തുനിന്ന് പോലും എനിക്ക് പ്രസൻസ് ഒന്നും സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ അകത്തേക്ക് പോകണോ? അതിനുശേഷം അവൻ അകത്തേക്ക് കയറി. ആ ഒരു കാഴ്ച അവൻ കാണുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് കൊട്ടുന്നതാണ്. ആരാടാ അവിടെ? എന്താണ് ഇത്ര നീയോ? അല്ല, എന്തു പറ്റി? എന്താണ് ഇവിടേക്ക്? അവളെന്തേ ഡിവൈൻ ഫിസിഷ്യന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്തേ? അവളിപ്പോൾ ആ ഒരു റിവറിന്റെ സൈഡിലെ ഷിപ്പിലുണ്ട്. അതിൻ്റെ തൊണ്ടെന്നാണ് തോന്നണ. ഓ അങ്ങനെയാണോ? എങ്കിൽ റിയലി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിച്ച് നടന്നുപോയി. പെട്ടെന്നാണ് അവൻ നേരെ നിലത്തേക്ക് വീണത്. നാശം, ഞാനോർത്ത് എനിക്കൊരു അറ്റാക്ക് വന്ന് ഞാനിപ്പോൾ തീരുമെന്ന്. ഓ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറേണ്ടതാണ്. ഇവനെങ്ങാനും ഞാൻ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ മോൺസ്റ്ററുള്ളവൻ അവൻ ഉറപ്പായിട്ടും എൻ്റെ പുറകെ വരും. ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അത് ഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെയാണ്. ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ആകാശത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ അതേ മേലിൽ 5 ലീഡേഴ്സാണ് ഉള്ളത്. അതായത് 5 ഹൈറപ്സ്. ആദ്യത്തേത് ഹെവൻ മാസ്റ്റർ, രണ്ടാമത്തത് എർത്ത് മാസ്റ്റർ, പിന്നെ ഹ്യൂമൻ മാസ്റ്റർ, യിൻ മാസ്റ്റർ ആൻഡ് യാങ് മാസ്റ്റർ. ഇങ്ങനെ 5 പേര്. ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും തന്നെ ഓർത്തഡോക്സ് ഫ്രാക്ഷനിലാണ്. ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെ മോറൽസ് ഒക്കെ അബാൻഡൻ ചെയ്യുന്നവരെല്ലാം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ആ കെട്ടിയിട്ടിരുന്നവനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി. ഞാൻ ഇത്ര റാഡിക്കലായുള്ള സൊസൈറ്റി ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാർ ശരിക്കും വട്ടാണല്ലേ. ഇവരൊക്കെ ശരിക്കും ഓർത്തഡോക്സ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ആ ഒരു പേരും വെച്ചുകൊണ്ട് അൺഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെ കാര്യങ്ങളല്ലേ ഇവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടിയുള്ള റിസൾട്ട് കിട്ടുന്നവരെ അവരുടെ പ്രോസസ്സിനെ പറ്റി ചിന്തിക്കാറില്ലെന്നാണ്. ഹെവൻ, എർത്ത്, ഹ്യൂമൻ, യിങ് ആൻഡ് യാങ്. സോ ഇതാണല്ലേ ഓർത്തഡോക്സ് ഫ്രാക്ഷൻ. ഇവരെല്ലാവരും സുപ്പീരിയോറിറ്റി അനുസരിച്ചാണോ റാങ്ക് ചെയ്തിട്ടുള്ളത്? അല്ല, അവരങ്ങനെയല്ല. അവരെല്ലാവരും ഈക്വൽ ഇൻ പവറാണ്. അവരുടെ ഐഡൻറ്റിറ്റീസ് ഏതാണ്? ആ സമയത്ത് അവൻ പതുക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഡാൻഡൻ കംപ്ലീറ്റ്ലി വീക്കാണ്. പക്ഷേ ഇവൻ്റെ മെൻ്റൽ പവർ അത് ശരിക്കും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവനിപ്പോൾ തിരിച്ച് പറയാതിരിക്കുന്നത്. ഞാൻ മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ ട്രൂത്ത് സെറം ഇവന് കൊടുത്തു. പക്ഷേ എന്നിട്ടും ഇവൻ നന്നായിട്ട് ദി ഹെവൻ മാസ്റ്റർ എന്ന് പറഞ്ഞ് ഗൂൺ ക്ലാനിലെ നാംഗുൻ ഗിയുങ് ആണ്. നാംഗുൻ ഗിയുനോ? എർത്ത് മാസ്റ്റർ ബുഡാൻസ് അല്ലേ? ആ ഒരു വൈസ് വണ്ണായിരുന്നു. യിങ് മാസ്റ്റർ സുചാൻ സെറ്റിലെ ആ ഒരു ടാങ്ക് ക്ലാനിലെയാണ്. പിന്നെ ടാങ്ക് പ്ലീസ് വൺ. യാങ് മാസ്റ്റർ ആ സമയത്ത് അവൻ വീണ്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. മാസ്റ്റർ ആ ഒരു ട്രൂത്ത് സെറം കംപ്ലീറ്റ്ലി അവനെ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു. ഇവൻ ശരിക്കും റെസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അത് ആ ഒരു ലീഡർ ഹാങ് പെങ് ക്ലാനിലെ പെങ് മോളാണ്. അവൻ ശരിക്കും വീക്കറായി മാറുന്നു. അവൻ്റെ ബ്രീത്തിങ് ശരിക്കും വീക്കറാവുന്നു. നാശം, ഇവനാ? എനിക്കറിയാം ഇത് ചേട്ടൻ ഒരു കാര്യമില്ല. കാര്യം അവൻ്റെ ഡാൻഡൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ആയതാണ്. പക്ഷേ കുറച്ചുകൂടി ഇൻഫർമേഷൻ എനിക്ക് ആവശ്യമുണ്ട്. പറ, ആരാണ് സൊസൈറ്റിയുടെ ലീഡർ? സൊസൈറ്റി ലീഡറിൻ്റെ ഐഡൻറ്റിറ്റി അത് ഹെവൻ മാസ്റ്റേഴ്സിന് മാത്രമേ അറിയാവുള്ളൂ പറഞ്ഞുകൊണ്ട് അവൻ നേരെ മരിച്ച് വീണു. മൈലോഡ്, അവൻ മരിച്ചിരിക്കുന്നു. അപ്പം എന്തായാലും നാംഗുൻ ഗിങ് അവനെന്തായാലും ഒരു സൊസൈറ്റി മാസ്റ്റർ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് ശരിക്കും ഒരു നല്ല ഇൻഫർമേഷൻ തന്നെയാണ്. പക്ഷെ അവനെ കണ്ടെത്തുന്നത് അത് ഇത്ര നല്ലതല്ല. വുഡാങ്ങായിരുന്നു അവരൊരാൾ. പിന്നെ സിൻജുൻ താങ്ക്സ് ക്ലാനിലെ താങ്ക് പിൽസനും ഉണ്ട്. പക്ഷേ ഈ നാംഗുൻ ഗിയുവാണ് അവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. കാര്യം ഡിവൈൻ മാൻഡേറ്റ് സോഴ്സ്മാൻ എന്നാണ് അവനെ അറിയപ്പെടുന്നത്. അത് മാത്രമല്ല ദി 5 ഗ്രേറ്റ് ക്ലാനിലെ ഒരു ഹെഡ് കൂടിയാണ്. അതിലുപരി 17 മാസ്റ്റേഴ്സ് ഓഫ് ദി ഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെ മുറുമലൻസിലെ 3rd മാസ്റ്റർ കൂടിയാണ്. പിന്നെ ഡീമൺ സ്ലേയർ സ്ക്വാഡിലെ ഒരു എക്സിക്യൂട്ടീവും കൂടിയാണ്. ഇതെന്തായാലും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ എന്തായാലും നമുക്ക് വാല്യുബിൾ ആയുള്ള ഒരു ഇൻഫോർമേഷൻ. മൈലോഡ്, ശരിക്കും സ്കിൽഫുൾ ആയുള്ള ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലെ ഒരാളായിരിക്കും എന്നാണ്. നീ പറഞ്ഞത് ശരിയാണ്. ആരും ശബ്ദിക്കരുത്. പെട്ടെന്നായിരുന്നു ഒരുത്തനോടേക്ക് പാഞ്ഞ് വന്നത്. അത് നേരത്തെ കാണിച്ച അവനായിരുന്നു. അവനിതാ വരുന്നു. പെട്ടെന്ന് അവിടെ നിന്നു. എന്നിട്ട് നോക്കുകയും ചെയ്യും. അല്ല, 6 പേരോ? ഞാൻ ഡെഫിനറ്റ്ലി അതേ കൂടുതൽ ആൾക്കാരെ സെൻസ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 പേര്. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, ആ ഒരു വൈഫ്, നിങ്ങളാണോ ആ പെണ്ണിനെ കൊന്നത്? അടുത്ത സെക്കൻഡ് തന്നെ അവൻ ആ സോഡ് നേരെ പുറത്തേക്ക് എടുത്തത്. ഒരു ഗ്രേറ്റ് സോഡോ? പെട്ടെന്നായിരുന്നു അവൻ ബേഗ് ചെയ്ത നേരെ റഷ് ചെയ്ത് വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയത്. കറക്റ്റ് സമയത്ത് നമ്മുടെ എൽഡർ യാങ് അത് ഡിഫ്ലക്ട് ചെയ്തു. അവനെൻ്റെ അറ്റാക്ക് ഡോഡ്ജും ചെയ്തു. ഇവൻ അൾട്ടിമേറ്റ് സുപ്രീം പീക്ക് ലെവലിലാണുള്ളത്. ഇതേ സമയം തന്നെ യാങ് ഒരു അറ്റാക്ക് ചെയ്ത് നടത്ത് അവൻ നേരെ ബാക്കിലേക്ക് ഡോഡ്ജ് ചെയ്യാൻ നോക്കും. അതേ സമയത്ത് യാങ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യും. പെട്ടെന്ന് തൻ്റെ 2ാമത്തെ സോഡും കൂടെ എടുത്ത് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് അവൻ നേരെ ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ആദ്യം കൂടുതലായിട്ടും വീക്കസ്റ്റ് ഉള്ള ഒരുത്തന്നെ എടുക്കാമെന്നാണോ വിചാരിച്ചത്. പക്ഷേ
എന്ത് വീക്കസ്റ്റോ വേക്ക്, നീ നിന്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്യണ്ട, അവൻ നിന്നെക്കാട്ടും മുകളിലാണ്. എന്ത് എന്നെക്കാട്ടും മുകളിലോ? അവൻ 2 സോഡ്സാണ് വീൽഡ് ചെയ്യുന്നത്. അത് ശരിക്കും ഫെമിൽ അല്ല, നീ അൺറൈവൽഡ് സോഡാണോ? ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റ്, ഇവരെ വിളിക്കുന്നത് ദി റൈച്ചസ് നോർത്ത്, ഡിമോണിക് സൗത്ത്, കോമ്പാക്റ്റീവ് ഈസ്റ്റ്, പ്രൗഡ് വെസ്റ്റ് ആൻഡ് ഡ്യുവൽ സെൻറ്റർ എന്നാണ്. ഇവരെ എപ്പോഴാണ് ഈ ഒരു 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. അതിലാദ്യത്തത് ദി അലയൻസ് ലീഡർ ആൻഡ് ദി റൈച്ചസ് സോഡ് സെക്ടിൻ്റെ ലീഡറാണ്. അവനാണ് ലീ മോക്ക്, അവനാണ് നോർത്തേൺ സോഡിലുള്ളത്. പിന്നെ ചിയോൺ യുജങ്, ഡിമോണിക്കിൻ്റെ ആ ഒരു സൗത്ത് ഏൺ മാസ്റ്റർ, അവനാണ് അൺഓർത്തഡോക്സ് ഫ്രാക്ഷൻ്റെ അലയൻസിനെ ആ ഒരു ഗുസോങ്ങിൽ വെച്ച് ഡിഫീറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തിയത്. അതുമാത്രമല്ല ഹെവൻലി ഡീമൺ എന്ന ഒരു ഇൻഹെറിറ്റൻസും അവന് കിട്ടുകയും ചെയ്തു. പിന്നുള്ളത് ഹാങ് യോൺ, പുള്ളിക്കാരൻ പ്രൗഡ് വെസ്റ്റ് ആണ്. അത് മാത്രമല്ല അവനായിരുന്നു അൺഓർത്തഡോക്സ് ലീഡറിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് അവനും ആ പേര് കിട്ടിയത്. പിന്നെയുള്ള ഒരാളെ പറ്റി ശരിക്കും റൂമേഴ്സ് ഉണ്ട്, അതിലേതാണ് സത്യമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. എങ്കിലും കോമ്പറ്റേറ്റീവ് ഈസ് എന്നാണ് അവനെ വിളിക്കുന്നത്. അത് മാത്രമല്ല ഈ 5 പേരിൽ അവൻ മാത്രമാണ് അൺആർംഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും നടുവിലുള്ളത് ദി അൺറൈവൽഡ് സോഡ് വാങ് ജിയോങ് ആണ്. അവനാട്ടെ ഹൈഡ്രയിലെ ഒരു പാർട്ടായിരുന്നു. ഒരു സമയത്ത് 10,000-ഓളം പൈലറ്റ്സ് ഈ ഒരു യെല്ലോ റിവറിനെ ഡോമിനേറ്റ് ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് മാർഷൽ ആർട്ടിസ്റ്റിനും ഗവൺമെൻറ്റിനും ഇവർ കാരണം ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് 18 വാട്ടർ വേസ് അല്ലായിരുന്നു, അതിന് പകരം 30 വാട്ടർ വേസ് ആയിരുന്നു. എന്നാൽ ഒരു ദിവസം വാങ് ജിയോങ് ആയുള്ള ദി അൺറൈവൽഡ് സോഡിൻ്റെ ഭാര്യനെ കാണാതായി. അത് അൺനോൺ റീസൺസ് കാരണം. ആ ഒരു ദേഷ്യത്തിലും ആ ഒരു ഇതിലും അവൻ 3000 പേരെയാണ്, അതായത് 3000 പൈലറ്റ്സിനെയാണ് മാസിക്കർ ചെയ്തത്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം അൺഓർത്തഡോക്സ് സെക്ട് അവനെ വെൽക്കം ചെയ്തു. എന്നാൽ ഓർത്തഡോക്സ് സെക്ട് അവനെ റിജക്റ്റും ചെയ്തു, ഇത്രത്തോളം ആൾക്കാരെ കൊന്നതുകൊണ്ട്. അതിനുശേഷം ആരും തന്നെ അവനെ പ്രോപ്പർലി കണ്ടിട്ടില്ല. അവൻ പറഞ്ഞത് ശരി തന്നെയായിരുന്നു. എൻ്റെ ജീവൻ്റെ ഏറ്റവും പ്രശ്നമുള്ള സമയത്ത് മാത്രമേ ഞാൻ 2 യൂസ് ചെയ്യാൻ പാടുള്ളായിരുന്നു. ഇത് എന്ത് ചെയ്യും? അവർക്കെന്നെ മനസ്സിലായല്ലോ. അല്ല, ആ ഒറ്റക്കണ്ണൻ അവനെന്തായാലും എന്നെക്കാട്ടും നല്ല മാർഷൽ ആർട്ടിസ്റ്റും ഉണ്ട്. നാശം, ഫസ്റ്റും എൻ്റെ വൈഫും മരിച്ചിരിക്കുന്നു. ഇനി എനിക്കൊന്നും ചെയ്യാൻ അല്ല, ഇനി ഒരു മാർഗമുണ്ട്, ഒരേ ഒരു മാർഗം. അത് ഞാൻ ഓടുവാണെന്ന് പറഞ്ഞിട്ട് നേരെ അവനോടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പോകും. പെട്ടെന്നായിരുന്നു ബേഗ് അവൻ്റെ പുറകെ പോയി ചാടി ഒരു അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. എന്നിട്ട് പറഞ്ഞു, നീ എവിടെ കട പോകുന്നേ? പെട്ടെന്ന് അവനത് ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ചൊരു അറ്റാക്ക് ചെയ്യും. എന്നാൽ ബേഗ് അത് ഡോഡ് ചെയ്തിട്ട് തിരിച്ച് അവനൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യും. എന്നാൽ അത് നിസ്സാരമായി തന്നെ അവൻ ഡോഡ് ചെയ്തു. ഇവൻ്റെ അടുത്തേക്കല്ലേ ഞാൻ ആദ്യം ചെന്നത്. അത് മാത്രമല്ല ഇവൻ ശരിക്കും വീക്കറാണ് എന്നെക്കാട്ടും. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് ഇവൻ ഇവിടേക്ക്. അപ്പോഴേക്കും ബേഗ് വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അവനത് ബ്ലോക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് പോവുകയും ചെയ്യും. അവൻ്റെ കൈ പതുക്കെ വിറക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവനെ തുറച്ച് നോക്കിയിട്ട് പറയുകയും ചെയ്യും, നീയൊട്ടും മോശമല്ല കേട്ടോ. ശരിയാണ്, അവൻ്റെ മാർഷൽ ആർട്ടിസ്റ്റ് എന്നെക്കാട്ടും മുകളിലാണ്. അവൻ ഡെഫിനറ്റ്ലി എന്നെക്കാട്ടും സ്ട്രോങ്ങറാണ്. അതുമാത്രമല്ല അവൻ യൂസ് ചെയ്ത് നോർമൽ സോഡ്സും അല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം. നിൻ്റെ കാലുകൾ ശരിക്കും ഫാസ്റ്റ് ആണെന്ന്. പിന്നെ നിങ്ങളെ പേടിച്ചതുകൊണ്ടല്ല ഞാൻ എവിടേക്ക് പോകുന്നത്, പകരം ഞാൻ കംപ്ലീറ്റ്ലി ബിസി ആയതുകൊണ്ടാണ്. എന്ത്? അടുത്ത സെക്കൻഡ് അവൻ നേരെ ഒരു അറ്റാക്ക് ചെയ്ത് അവിടെ വലിയൊരു സ്മോക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് പൊടിയൊക്കെ പറത്തും. ആ സമയത്ത് ബേഗ്ജിക്കൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവനായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ചോയ്സ് ഇല്ല. അവരെന്നെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവനോടൊക്കെ പോയി കാര്യങ്ങൾ പറയണം. അപ്പോഴാണ് അവൻ്റെ മുമ്പിൽ മറ്റൊരാൾ വന്ന് നിന്നത്. അത് മറ്റാരുമില്ല, ഇയോൺ ചിയോണായിരുന്നു. അവൻ പറയുകയും ചെയ്യും, അതിന് നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് ആരാണ് പറഞ്ഞത്? നാശം, ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ അൺറൈവൽ സോണിൻ്റെ ഒരു തേർഡ് ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്ത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇയോൺ തന്നെ കൈ മുമ്പിലേക്ക് വെച്ചത്. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കൈ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നോ? എന്നാൽ ഇയോനാട്ടെ അത് സ്റ്റോപ്പ് ചെയ്തു. എന്ത്? ഇവൻ അനങ്ങുന്ന പോലും ഇല്ലല്ലോ. ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത് യൂസ് ചെയ്ത് അവനൊന്ന് പുഷ് ബാക്ക് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവൻ അമ്മനെ പോലെയാണ്. അടുത്ത സെക്കൻഡ് ആ സോഡ്സിൻ്റെ ഇടയിലൂടെ ഇയോൺ നേരെ കൈ മുമ്പിലേക്ക് വെച്ചു. ഫ്ലിക്കോ? അതെ, ഫ്ലിക്ക് തന്നെ. അടുത്ത സെക്കൻഡ് ഒരു അടി വെച്ച് കൊടുക്കെ അവനവിടെ തെറിച്ച് നിലത്ത് കുത്തിപ്പോയി ഒരു കണക്കിനവിടെ പോയി നിൽക്കുകയും ചെയ്യും. നാശം അത്. എന്നിട്ട് അവൻ നേരെ ബോധം കെട്ട് നിലത്തേക്ക് വീണു. ഇവനോട്ടെ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്നിട്ട് അവനെ കൊല്ലാൻ പോയപ്പോഴാണ്, മൈലോഡ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, എനിക്ക് തോന്നുന്നില്ല ഇവൻ ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലെ ഒരാളാണെന്ന്.
അല്ലേ? താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കണം ദി അൺറൈവൽഡ് സോഡ്. അവനിപ്പോൾ ഒളിവിലാണ്. അത് മാത്രമല്ല ഓർത്തഡോക്സും അൺഓർത്തഡോക്സ് ഫ്രാക്ഷനിൽ നിന്നും അവൻ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്ത് നിൽക്കുവാണ്. ഓ അങ്ങനെയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ ഐഡന്റിറ്റി ഒന്ന് തിരക്കിയേക്കാം. അതിനുശേഷം അവനെ കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്തു. മൈലോഡ്, എങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്. അതിനുശേഷം അവൻ പതുക്കെ കണ്ണ് തുറന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം അവനെ കംപ്ലീറ്റ്ലി കെട്ടിയിട്ടിരിക്കുവാണ്. നാശം, എൻ്റെ ബോധം പോയോ? അതൊരു ഫിംഗർ ഫ്ലിക്കും ഉണ്ട്. നീ പേടിക്കണ്ട, നീ ശരിക്കും സ്ട്രോങ്ങറാണ്. നിന്റെ ഏജിൽ ഒരാൾക്ക് പോലും നീയോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എന്നിട്ട് എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ കാരണം നിന്റെ ബോധം പോയിരിക്കുന്നു. നീ എഴുന്നേറ്റോ? അയ്യോ നാശം, എനിക്ക് എൻ്റെ ക്യൂയെ ഗാദർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് മാത്രമല്ല എൻ്റെ എനർജി കോഡ് കംപ്ലീറ്റ്ലി പാരലൈസ് ആണ്. ഞാൻ നിന്റെ പ്രഷർ പോയിന്റ് കംപ്ലീറ്റ്ലി പ്രിക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നല്ലേ? അല്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? എന്നെ കൊല്ലാൻ പോകുവാണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ വെറുതെ വിടണം. നീ ഇത്ര ബോൾഡായിട്ട് നിന്റെ ലൈഫിന് വേണ്ടി ബെഗ് ചെയ്യല്ലോ കേട്ടാ. അല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം തിരക്കാണ്ട്. തിരക്കിക്കോ, എന്ത് വേണമെങ്കിലും ഞാൻ പറയാം. എന്നെ വെറുതെ വിടുമെങ്കിൽ. ഇവൻ എന്തായാലും ഒരു ഓർഗനൈസേഷനും ഇല്ല, അതുറപ്പാണ്. നിന്റെ പേര് ഞാൻ തിരക്കിക്കോട്ടെ. ബൂങ് വാങ്. ഞാൻ കേട്ടിട്ടുണ്ട് അൺറൈവൽഡ് സോണിൻ്റെ ലാസ്റ്റും വാങ്ങുന്നതാണെന്ന്. സോ മേ ബി ഡിസിപ്ലിൻ ആയിരിക്കുമോ? ബൂങ് വാങ്, നീ എന്തിനാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്? അത് നിങ്ങളെ സ്ത്രീനെ കൊന്നതുകൊണ്ട്. ഹിയോബോങ്, നീ പറഞ്ഞതുപോലെ തന്നെ. ശരിയാണ്. പെട്ടെന്നാണ് ഹിയോബോങ് ആ കുഞ്ഞുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നത്. അല്ല, ആ ഒരു കുഞ്ഞ്? അതെ, അവളുടെ കുഞ്ഞാണ്. ഞങ്ങൾ അവരെ രണ്ടുപേരെ രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ അവൻ കാരണം ഞങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഞങ്ങളിവിടേക്ക് അയച്ചത് അവളുടെ അമ്മമ്മയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവരുടെ ട്രാപ്പിൽ വന്ന് വീണു. ഇത് ശരിക്കും നന്നായിട്ട് ആക്ട് ചെയ്യുമല്ലേ? അവളുടെ ഗ്രാൻഡ് മദറോ? ശരിക്കും സത്യമാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങളാണ് നിന്നെ ഹോസ്റ്റലായിട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ? എനിക്കതിനോട് ക്ഷമിക്കണം. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമായിരുന്നു. അപ്പോൾ അവൻ അതിൽ വീണു. അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയാണ്. അല്ല, നിനക്കും അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതെ, എനിക്കും കാണണം. കാര്യം എനിക്കും അവളുടെ മെഡിസിൻസ് അത്യാവശ്യമായിട്ട് വേണം. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.